അടുത്ത ടോപ്പിക്ക് പവർ ആംപ്ലിഫയർ ആണ്. എന്താണ് പവർ ആംപ്ലിഫയർ, എന്താണ് നമ്മൾ ഇതുവരെ പഠിച്ച ആംപ്ലിഫയറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം പഠിച്ചത് നമ്മളിപ്പം കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആവട്ടെ, കോമൺ ബേസ് ആംപ്ലിഫയർ ആവട്ടെ, കോമൺ കളക്ടർ ആംപ്ലിഫയർ ആവട്ടെ. അപ്പോൾ ഇത്ര ആംപ്ലിഫയറിലൊക്കെ നമുക്ക് കിട്ടുന്നത് നോർമൽ കേസിൽ നമ്മൾ കോമൺ എമിറ്റർ ആംപ്ലിഫയർ എടുത്തു കഴിഞ്ഞാൽ അതൊരു വോൾട്ടേജ് ആംപ്ലിഫയർ ആണെന്ന് പറയാൻ കഴിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഇൻപുട്ടിൽ അല്ല അതിൻ്റെ കളക്ടറിൽ നമുക്ക് കൊടുക്കുന്ന റെസിസ്റ്റർ ഏകദേശം 5 കിലോ ഓം അല്ലെങ്കിൽ 10 കിലോ ഓം റെസിസ്റ്ററാണ് സാധാരണഗതി നമ്മൾ കൊടുക്കാറുള്ളത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ VCC 10 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്ന കറണ്ടിൻ്റെ റേറ്റ് 10 വോൾട്ട് 10 കിലോ ഓം റെസിസ്റ്റർ RC വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കറണ്ടാണ് കിട്ടുക? 1 മില്ലി ആംപിയർ കറണ്ടാണ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന ഒരു സിഗ്നൽ അനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഏകദേശം മില്ലി ആംപിയർ റേഞ്ചിലെ കറണ്ടാണ് കിട്ടുക. പക്ഷേ വോൾട്ടേജ് നമുക്ക് നന്നായിട്ട് ഇൻക്രീസ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പൊതുവേ നമുക്ക് പറയാം കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഒക്കെ എന്താണ് ശരിക്കും ഒരു വോൾട്ടേജ് ആംപ്ലിഫയർ ആണ്. ഇനി പവർ ആംപ്ലിഫയറിലേക്ക് വരുന്ന സമയത്ത് എന്താണ് വ്യത്യാസം? ഇനി അതിന് പോകുന്നതിന് മുമ്പ് വോൾട്ടേജ് ആംപ്ലിഫയറിനെ കുറിച്ച് ചില സ്പെസിഫിക്കേഷൻസ് പറയാം. വോൾട്ടേജ് ആംപ്ലിഫയറിൻ്റെ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് β/RC/Rin ആണ്. നോർമൽ കേസിൽ അതിൻ്റെ പവർ ഗെയിൻ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ബീറ്റിൻ്റെ വാല്യൂ ഏകദേശം 100-ൻ്റെ 500-ൻ്റെ ഇടയിലാണ് വരിക. എബവ് 100 ആണ് വരുന്നത്. ഓക്കെ, ദ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓഫ് ദ ട്രാൻസിസ്റ്റർ ഈസ് ക്വയറ്റ് ലോ. വളരെ കുറഞ്ഞ ഇൻപുട്ട് ഇമ്പിഡൻസ് ആയിരിക്കും ഉണ്ടാവുക. റിലേറ്റീവ്ലി ഹൈ ലോഡ് RC is used in the collector. അല്ലേ, നമുക്കറിയാം എന്താ നേരത്തെ പറഞ്ഞ പോയിൻ്റാണ് പറയുന്നത്. ടു പെർമിറ്റ് ദ കണ്ടീഷൻ വോൾട്ടേജ് ആംപ്ലിഫയേഴ്സ് ആർ ഓൾവേസ് ഓപ്പറേറ്റ് അറ്റ് എ ലോ കളക്ടർ കറണ്ട് അറൗണ്ട് 1 മില്ലി ആംപിയർ റേഞ്ചാണ് അത് വരിക. ഇഫ് ദ കളക്ടർ കറണ്ട് ഈസ് സ്മോൾ we can use large RC in the collector circuit. അല്ലേ, ഇനി എന്താണ് പവർ ആംപ്ലിഫയറിൽ വോൾട്ടേജ് ആംപ്ലിഫയറിൽ നിന്ന് പവർ ആംപ്ലിഫയറിലേക്ക് എത്തുന്ന സമയത്ത് എന്താണ് ഡിഫറൻസ് നോക്കാം. എ പവർ ആംപ്ലിഫയർ ഈസ് റിക്വയർഡ് ടു ഡെലിവർ എ ലാർജ് എമൗണ്ട് ഓഫ് പവർ ആൻഡ് such it has to handle a large current. അപ്പോൾ നമ്മളൊരു വോൾട്ടേജ് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ഒരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു സർക്യൂട്ട് നമുക്ക് വോൾട്ടേജ് ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് കിട്ടി. അതിൻ്റെ കളക്ടറിൽ വരുന്നത് ശരിക്കും വോൾട്ടേജ് ആംപ്ലിഫൈ ചെയ്ത ഒരു വോൾട്ടേജാണ് കിട്ടുന്നത്. ഇനി പവർ ആംപ്ലിഫയർ വന്നു കഴിഞ്ഞാൽ പവർ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത് ഒരു പവർ ആംപ്ലിഫിക്കേഷൻ, അതായത് വിത്ത് വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ്റെ കൂടെ ഒരു കറണ്ട് ആംപ്ലിഫിക്കേഷന് കൂടി ആവശ്യമാണ്. കാരണം എന്ന് വെച്ചാൽ പവർ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ഡിവൈസായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും ഒരു ലോ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഡിവൈസുകളായിരിക്കും. അപ്പോൾ ലോ റെസിസ്റ്റൻസ് ഡിവൈസുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കറണ്ട് ഫ്ലോ നന്നായിട്ടുണ്ടാവും. അല്ലേ, നമ്മളൊരു സ്പീക്കറോ അല്ലെങ്കിൽ അതുപോലുള്ള ഡിവൈസുകളായിരിക്കും ഈ പവർ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ സ്പീക്കറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അറൗണ്ട് 4 ഓം ടു 16 ഓം വരെയാണ് സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത്രയും കുറഞ്ഞ റെസിസ്റ്റൻസ് ആണ് നേരത്തെ നമ്മൾ 10 കിലോ ഓം അല്ലെങ്കിൽ 5 കിലോ ഓം റെസിസ്റ്റർ ഉപയോഗിച്ചിരുന്ന സ്ഥാനത്ത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കറണ്ടിൻ്റെ ആംപ്ലിഫിക്കേഷൻ, കറണ്ട് ഫ്ലോ അല്ലെങ്കിൽ ഒരു ലാർജ് എമൗണ്ട് ഓഫ് കറണ്ട് അവിടെ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പവർ ആംപ്ലിഫയറിൻ്റെ കേസിൽ വരുന്ന സമയത്ത് അതിന് ചില സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. To achieve high power amplification, the following features are incorporated in such amplifiers. The size of power transistor is made considerably larger in order to dissipate the heat produced in the transistor during operation. അപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് വളരെയധികം വളരെ ഒരു കൂടിയൊരു എമൗണ്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ആ ഹീറ്റിനെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു മാനുഫാക്ചറിങ് ടെക്നിക്ക് അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടാവും. വലിയ എമൗണ്ടുള്ള ഒരു കളക്ടർ അല്ലെങ്കിൽ ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള മെക്കാനിസം അതിൻ്റെ അകത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ദ ബേസ് ഈസ് മെയ്ഡ് ഇസ് തിക്കർ ഇൻ ഹാൻഡ് ലാർജ് കറണ്ട്. അപ്പോൾ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ആംപ്ലിഫയർ ആണെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് കൊടുക്കുന്നത് മില്ലി ആംപിയർ അല്ലെങ്കിൽ മില്ലി വോൾട്ട് റേഞ്ചിലുള്ള ഇൻപുട്ട് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവും. പവർ ആംപ്ലിഫയറിൻ്റെ കേസിൽ നമ്മൾ കൊടുക്കുന്നത് 1 to 2 വോൾട്ട് വരെയുള്ള സിഗ്നൽസ് ആയിരിക്കും ഇൻപുട്ടിലേക്ക് നമ്മൾ ആംപ്ലിഫൈ ചെയ്യാണ്ട് കൊടുക്കുന്നത്. ഈ സിഗ്നലാണ് നമ്മൾ ആംപ്ലിഫൈ ചെയ്തിട്ട് സ്പീക്കറിനകത്തേക്കും അതുപോലുള്ള ഡിവൈസിനകത്തേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇൻപുട്ട് കൊടുക്കുന്നത് നോർമൽ കേസിൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ശരിക്കും ഒരു ചെറിയൊരു പ്രീ ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ചെറിയൊരു സിഗ്നൽ ഉണ്ടാവും. അതിൻ്റെ വോൾട്ടേജ് റേഞ്ച് ആണെന്ന് പറയുന്നത് 1 to 2 വോൾട്ട് ഉണ്ടാവും. ആംപ്ലിഫയർ നമ്മൾ ഈ ഹെഡ്സെറ്റിൽ വെക്കുന്ന
ഹെഡ്സെറ്റിലേക്ക് വരുന്ന വോൾട്ടേജ് റേഞ്ച് ഉണ്ടല്ലോ, ആ വോൾട്ടേജ് സോങ്സിൻ്റെ അല്ലെങ്കിൽ ആ പിന്നെ ഓഡിയോ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 to 2 വോൾട്ട് ഉണ്ടാവുക. ഈ 1 to 2 വോൾട്ട് ആണ് നമ്മൾ ഒരു ഹോം തിയേറ്ററിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത്, ആംപ്ലിഫൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഹോം തിയേറ്ററിൻ്റെ അല്ലെങ്കിൽ അതുപോലുള്ള ആംപ്ലിഫയറിൻ്റെ അകത്തേക്ക് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ഈ മൊബൈൽ ഫോണിൻ്റെ ഔട്ട്പുട്ട് എടുത്തുകൊണ്ടാണ്. അപ്പോൾ ആ ഇൻപുട്ടാണ് നമ്മൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കണം, അതിൻ്റെ ആ 1 to 2 വോൾട്ടിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ബേസ് ആയിരിക്കണം ആ ട്രാൻസിസ്റ്ററിൻ്റെ പവർ ആംപ്ലിഫയറായിട്ട് ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് മാനുഫാക്ചർ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിക്നെസ് കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി ട്രാൻസ്ഫോമർ കപ്ലിംഗ് ഈസ് യൂസ്ഡ് ഫോർ ഇംപിഡൻസ് മാച്ചിങ്. ദ കമ്പാരിസൺ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് പവർ ആംപ്ലിഫയർ ഈസ് ഗിവൺ ബിലോ ഇൻ ദ ടാബുലർ ഫോം. അതായത് ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം ഇമ്പിഡൻസ്, നമ്മുടെ ഔട്ട്പുട്ട് ഇമ്പിഡൻസും നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ഇമ്പിഡൻസും ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടുള്ള സ്പീക്കറിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസും അതിൻ്റെ തനതായിട്ടുള്ള ഇമ്പിഡൻസും തമ്മിൽ മാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആണ് യൂസ് ചെയ്യേണ്ടത്. നോർമൽ ഡയറക്റ്റ് കപ്ലിംഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എഫിഷ്യൻസി വളരെ കുറവായിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന എഫിഷ്യൻസി എന്തൊക്കെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നോർമൽ കേസിൽ വോൾട്ടേജ് ആംപ്ലിഫയറിൻ്റെ ബീറ്റ വാല്യൂ എബവ് 100 ആയിരിക്കും. പവർ ആംപ്ലിഫയറിൻ്റെ കേസിൽ അത് 5 to 20 ആയിരിക്കും ബീറ്റിൻ്റെ വാല്യൂ സാധാരണഗതിയിൽ. ഓക്കെ, ആർ സിൻ്റെ വാല്യൂ 4 to 10 കിലോ ഓം ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത്. നമ്മുടെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. പിന്നെ പവർ ആംപ്ലിഫയറിൻ്റെ കേസിലാണെങ്കിൽ 5 to 20 ഓം ആണ്. നേരത്തെ പറഞ്ഞ 4 ohm to 16 ohm ആണ് നമ്മുടെ നോർമൽ സ്പീക്കറിൻ്റെ റെസിസ്റ്റൻസ് വരുന്നത്, അതിൻ്റെ സ്പീക്കറിൻ്റെ കോയിലിൻ്റെ റെസിസ്റ്റൻസ് വരുന്നത്. ഓക്കെ, കപ്ലിംഗ് ആർ സി കപ്ലിംഗ് ആണ് മെയിനായിട്ട് നമ്മുടെ വോൾട്ടേജ് ആംപ്ലിഫയറിൽ ഉപയോഗിക്കുന്നത്. പവർ ആംപ്ലിഫയറിൽ ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് അല്ലേ നമുക്ക് നോക്കാം, മില്ലി വോൾട്ട് റേഞ്ചിലായിരിക്കും. പവർ ആംപ്ലിഫയറിൽ 2 to 4 വോൾട്ടാണ് വരുന്നത്. കളക്ടർ കറണ്ട് 1 മില്ലി ആംപിയർ, അറൗണ്ട് 1 മില്ലി ആംപിയർ ആണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ പവർ ആംപ്ലിഫയറിൽ ഗ്രേറ്റർ ദാൻ 100 മില്ലി ആംപിയർ ആണ് കളക്ടർ കറണ്ട് നമുക്ക് ലഭിക്കുന്നത്. അതിനേക്കാൾ കൂടുതലാണ് ഉണ്ടാവുന്നത്. പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വളരെ കുറവാണ് വോൾട്ടേജ് ആംപ്ലിഫയറിൽ. പവർ ആംപ്ലിഫയറിൽ വളരെ ഹൈ പവർ ആംപ്ലിഫൈഡ് പവർ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്, 12 കിലോ ഓം, അറൗണ്ട് 10 കിലോ ഓം 12 കിലോ ഓം ആണ് വരുന്നത്. പവർ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, ലോ, അറൗണ്ട് 200 ഓം ആണ് വരുന്നത്. ഇനി പെർഫോമൻസ് ക്വാണ്ടിറ്റീസ് ഓഫ് പവർ ആംപ്ലിഫയർ നോക്കാം. എന്താണ്? കളക്ടർ എഫിഷ്യൻസി, ഡിസ്റ്റോഷൻ ആൻഡ് പവർ ഡിസിപ്പേഷൻ കാപ്പബിലിറ്റി. ഇതാണ് നമ്മുടെ ഒരു പവർ ആംപ്ലിഫയർ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യേണ്ട 3 പാരാമീറ്റേഴ്സ്. അതിന് കളക്ടർ എഫിഷ്യൻസി ഉണ്ടോ, ഡിസ്റ്റോഷൻ കുറവാണോ, പവർ ഡിസിപ്പേഷൻ കാപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ള 3 കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി കളക്ടർ എഫിഷ്യൻസി എന്താണ്? ദ മെയിൻ ക്രൈറ്റീരിയ ഫോർ പവർ ആംപ്ലിഫയർ ഈസ് ടു പ്രൊവൈഡ് മാക്സിമം AC പവർ ഔട്ട്പുട്ട് ടു ദ ലോഡ്. അപ്പോൾ നമ്മളൊരു ബയാസ് ചെയ്തിരിക്കുന്ന ഒരു ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ എന്തുമാത്രം AC സിഗ്നൽസ് കിട്ടും എന്നുള്ളതാണ് ആ കളക്ടർ എഫിഷ്യൻസി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Now an amplifier convert DC power supply to AC power output. അതായത് ഒരു സിഗ്നൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻപുട്ടിൽ കൊടുക്കുന്ന സിഗ്നൽ 2 വോൾട്ട് 1 വോൾട്ടോ ആവട്ടെ, നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് ചിലപ്പം 50 വോൾട്ട് 60 വോൾട്ട് 70 വോൾട്ട് 100 വോൾട്ടൊക്കെ ആയിരിക്കും ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ കൊടുക്കുന്നത് ഇൻപുട്ടിൽ അതിൻ്റെ VCC ആയിട്ട് കൊടുക്കുന്നത് ഇതുപോലുള്ള സപ്ലൈ ആയിരിക്കും കൊടുക്കുന്നത്, DC സപ്ലൈ ആണ് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ DC സപ്ലൈനെ നമ്മൾ ഇൻപുട്ടിൻ്റെ ഈ വേരിയേഷൻ വഴി ഈ DC-നെ AC ആക്കി മാറ്റുന്ന ഒരു ടെക്നിക്കാണ് അവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ DC വയാസിങ് കൊടുത്തു കഴിഞ്ഞാൽ DC കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അതേസമയം നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഫ്ലോ ചെയ്യുന്ന DC സോഴ്സിന് അല്ലെങ്കിൽ DC കറണ്ടിന് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതനുസരിച്ചുള്ള ഒരു വേരിയേഷൻ അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നേരത്തെ ഒഴുകിക്കൊണ്ടിരുന്ന DC സപ്ലൈ ഇപ്പം എന്തായി മാറുന്നു, അല്ലെങ്കിൽ DC കറണ്ട് എന്തായി മാറുന്നു? ഒരു ചെറിയൊരു തോതിൽ അത് AC കറണ്ടായി മാറുന്നു. അപ്പോൾ ഇങ്ങനെ ഈ DC കറണ്ടിനെ എന്തുമാത്രം എഫിഷ്യൻ്റായിട്ട് AC-യിലേക്ക് മാറ്റാൻ കഴിയും എന്നുള്ളതാണ് ഈ കളക്ടർ എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദ എബിലിറ്റി ഓഫ് പവർ ആംപ്ലിഫയർ ടു കൺവേർട്ട് DC പവർ ഫ്രം സപ്ലൈ to AC output power is a measure of its effectiveness. This is known as collector efficiency. It may be defined as under the ratio of AC output power to the zero signal power supply to the battery. Battery means DC supply of a power amplifier is known as collector efficiency. അല്ലേ? The ratio of AC output. അപ്പോൾ നമുക്കൊരു AC output കിട്ടി, ആ
ക്വാണ്ടിറ്റിയും നേരത്തെ നമുക്ക് ഈ സിഗ്നൽ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കാൻ സമയത്തുണ്ടായ ഡി സി സിഗ്നലും ഡി സി ഔട്ട്പുട്ടും തമ്മിലുള്ള റേഷ്യോ ആണ് കളക്ടർ എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി കളക്ടർ എഫിഷ്യൻസി മീൻസ് ആസ് വെൽ ആസ് ഹൗ വെൽ ആംപ്ലിഫയർ കൺവേർട്ട് ഡി സി പവർ ഫ്രം ബാറ്ററി ഇൻ ടു ദ ഔട്ട്പുട്ട് പവർ. ഫോർ എക്സാമ്പിൾ, ഡി സി പവർ സപ്ലൈ ഓഫ് എ ബാറ്ററി ഓഫ് 10 വാട്ട്. ഇപ്പോൾ നമ്മളൊരു 10 വാട്ടിൻ്റെ ഡി സി സപ്ലൈ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ബാറ്ററിയോ ഡി സി സപ്ലൈ എന്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ എ സി ഔട്ട്പുട്ട് പവർ നമുക്ക് കിട്ടുന്നത് 2 വാട്ടാണ്. ദെൻ ദ കളക്ടർ എഫിഷ്യൻസി ഈസ് 20%. ദ ഗ്രേറ്റർ കളക്ടർ എഫിഷ്യൻസി ഈസ് ലാർജർ ദ എ സി പവർ ഔട്ട്പുട്ട്. ഇറ്റ്സ് ഒബ്വിയസ് ദാറ്റ് ഫോർ പവർ ആംപ്ലിഫയർ മാക്സിമം കളക്ടർ എഫിഷ്യൻസി ഈസ് ദ ഡിസൈഡ് ഗോൾ. അതാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. എഫിഷ്യൻസി, കളക്ടർ എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളതാണ് മെയിനായിട്ട് എയിം എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് അതിൻ്റെ കളക്ടർ എഫിഷ്യൻസിൻ്റെ ഇക്വേഷൻസ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യാം, പരിശോധിക്കാം. എന്താണ് അതിൻ്റെ കളക്ടർ എഫിഷ്യൻസിൻ്റെ എക്സ്പ്രഷൻ? കളക്ടർ എഫിഷ്യൻസി എ സി പവർ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഡി സി പവർ ഇൻപുട്ട് അല്ലേ. ഡി സി പവർ ഇൻപുട്ട്, എ സി പവർ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഡി സി പവർ ഇൻപുട്ട്. ഈ ഡി സി പവർ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബേസിൽ കൊടുക്കുന്ന ഇൻപുട്ട് അല്ല, ഇത് നമ്മുടെ വി സി സി ആയിട്ട് ഉപയോഗിക്കുന്ന ഡി സി പവർ സപ്ലൈനാണ് നമ്മൾ ഡി സി പവർ ഇൻപുട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ സി പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ഡി സിക്ക് ഉണ്ടാകുന്ന വേരിയേഷൻസ് കാരണം ഉണ്ടാകുന്ന എ സി പവർ ഔട്ട്പുട്ട്. അതാണ് ഈ പറയുന്ന എ സി പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, P0 ബൈ പി ഡി സി. പി ഡി സി ഈക്വൽ ടു വി സി സി ഇൻറ്റു ഐ സി അല്ലേ. നമുക്കറിയാം പി ഡി സി, ഡി സി വോൾട്ടേജ് എന്ന് പറയുന്നത് വി സി സി ആണ് ഇവിടെ. അത് കാരണം ഉണ്ടാകുന്ന ഐ സി, കളക്ടർ കറണ്ട്. ഓക്കെ, ഇനി P0 എന്ന് പറയുന്നത് എ സി ഔട്ട്പുട്ടാണ്. വി സി സി ഇൻറ്റു വി സി ഇ ഇൻറ്റു ഐ സി. ഓക്കെ, നമ്മുടെ ആ സമയത്ത് ഉണ്ടാകുന്ന വി സി ഇന് അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് വേരിയേഷൻസ് അല്ലേ നമുക്കറിയാം. അത് ഇൻറ്റു ആ സമയത്ത് ഉണ്ടാകുന്ന കറണ്ടും ഐ സിയും. ഓക്കെ, അതാണ് P0 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പി ഡി സി ബൈ P0 അതാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ P0 ഈക്വൽ ടു നമുക്കറിയാം വി സി എന്ന് പറയുന്നത് ആർ എം എസ് വാല്യൂ നമ്മൾ എടുക്കുക. എ സി ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ആർ എം എസ് വാല്യൂ ആണ് എടുക്കുക. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് ഔട്ട്പുട്ടിൽ വേരിയേഷൻ ഉണ്ടാവും. ആ വേരിയേഷൻ എന്തായി മാറും? ഒരു എ സി ക്വാണ്ടിറ്റി ആയിട്ട് മാറുകയാണ്. അപ്പോൾ ആ സമയത്ത് എ സി ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ആർ എം എസ് വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ വി സി എന്ന് പറയുന്നത് ആർ എം എസ് വാല്യൂ ഓഫ് സിഗ്നൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ആൻഡ് ഐ സി ഇസ് ദ ആർ എം എസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് സിഗ്നൽ കറണ്ട്. ആർ എം എസ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? അതായത് വി മാക്സ് ഡിവൈഡ് ബൈ √2 ആണ് ഈ ആർ എം എസ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ടേംസ് ഓഫ് പീക്ക് ടു പീക്ക് വാല്യൂ വിച്ച് ആർ ഓഫൺ കൺവീനിയൻറ്റ് വാല്യൂസ് ഓഫ് ലോഡ് ലൈൻ വർക്ക് ആസ് പവർ ഔട്ട്പുട്ട് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എന്താണ്? P0 എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു വി സി സി ഇൻറ്റു ഡിവൈഡ് ബൈ √2, വി സി ഇ ബൈ √2, അതുപോലെ ഐ സി ബൈ √2. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ P0 എന്ന് പറയുന്നത് വി സി ഇൻറ്റു ഐ സി ഡിവൈഡ് ബൈ 8 എന്ന് വരും. കളക്ടർ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണല്ലോ. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വി സി ഇ ഇൻറ്റു ഐ സി ഡിവൈഡ് ബൈ ഇൻപുട്ട് എ സി ഡി സി പവർ എന്ന് പറയുന്നത് വി സി സി ഇൻറ്റു ഐ സി ആണ്. ടി സി സപ്ലൈ ആണിത്. ഇത് എ സി, അത് കാരണം ഉണ്ടാകുന്ന എ സി വേരിയേഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും എഫിഷ്യൻസി? ഇതാണ് അതിൻ്റെ എഫിഷ്യൻസിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി ഡിസ്റ്റോഷൻ. എന്താണ് ഡിസ്റ്റോഷൻ? നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന ഈ ട്രാൻസിസ്റ്ററിൻ്റെ കേസ്, ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു ലീനിയർ ഡിവൈസ് അല്ല, നോൺ ലീനിയർ ഡിവൈസ് ആണ്. അപ്പോൾ ഈ നോൺ ലീനിയർ ഡിവൈസ് ആകുമ്പോൾ തന്നെ സ്മോൾ സിഗ്നലിൽ നമുക്ക് അത്ര വ്യത്യാസങ്ങൾ, ഡിസ്റ്റോഷൻ നമുക്ക് കാണാൻ കഴിയില്ല. അതിൻ്റെ ക്യൂ പോയിൻ്റ് അറൗണ്ട് ഒരു ലീനിയർ റീജിയനിലായിരിക്കും അത് വേരിയ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ പവർ ആംപ്ലിഫയറിൽ വരുമ്പോഴത്തേക്കും ഒരുപാട് വലിയ ലാർജ് ഏരിയ ഈ ക്യൂ പോയിൻ്റ് മാറിക്കൊണ്ടിരിക്കും നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതനുസരിച്ച്. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയൊരു എമൗണ്ട് ഡിസ്റ്റോഷൻ അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ട്രാൻസിസ്റ്റർ ലൈക്ക് അതർ ഇത് ചേഞ്ച് ദ ഔട്ട്പുട്ട് വേവ് ഷേപ്പ് ഫ്രം ഇൻപുട്ട് വേവ് ഷേപ്പ് ഓഫ് എ ആംപ്ലിഫയർ ഇസ് നോൺ ആസ് ഡിസ്റ്റോഷൻ. നമുക്കറിയാവുന്നതാണ്. എ ട്രാൻസിസ്റ്റർ ലൈക്ക് അതർ ഇലക്ട്രോണിക് ഡിവൈസസ് ഈസ് എ നോൺ ലീനിയർ ഡിവൈസ്. അപ്പോൾ ഡിസ്റ്റോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വേവ് ഷേപ്പ് ഫ്രം ദ ഇൻപുട്ട് വേവ് ഷേപ്പ് ഓഫ് an amplifier is known as distortion. അറിയാലോ, വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. A transistor like other electron devices is a non-linear device. Therefore, whenever a signal is applied to the input of the transistor, the output signal is not exactly like the input signal. നമുക്കറിയാം കുറേ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവാറുണ്ട്. അത് കാരണം ഒരു ഡിസ്റ്റോഷൻ ഔട്ട്പുട്ട് സിഗ്നൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതാണ് ഡിസ്റ്റോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Distortion is not a problem for small signals. നേരത്തെ പറഞ്ഞ പോയിന്റാണ്. Since the transistor is linear device for small variations about the operating point. ഓപ്പറേറ്റിംഗ് പോയിന്റ് ചെറുതായിട്ട് വേരിയേഷൻ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ സ്മോൾ സിഗ്നലിൽ നമുക്ക് അത്ര പ്രശ്നം അവിടെ സംഭവിക്കാൻ സാധ്യതയില്ല.
പവർ ആംപ്ലിഫയർ ഹാൻഡ്സ് ലാർജ് സിഗ്നൽസ് ആൻഡ് ദെയർഫോർ ദ പ്രോബ്ലംസ് ഡിസ്റ്റോർഷൻ ഇമ്മീഡിയറ്റ്ലി അറൈസസ് അല്ലേ. നമുക്ക് അപ്പം പവർ ആംപ്ലിഫയർ ആകുമ്പോൾ തന്നെ വലിയൊരു എമൗണ്ട് ലെവലിൽ ഈ പവർ പോയിന്റ് നമ്മുടെ ക്യൂ പോയിന്റ് വേരിയേഷൻ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ നോൺ ലീനിയർ ആയതുകൊണ്ട് തന്നെ ഡിസ്റ്റോർഷൻ ഒരുപാട് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഫോർ ദ കമ്പാരിസൺ ഓഫ് ടു പവർ ആംപ്ലിഫയർ ദ വൺ വിച്ച് ഹാസ് ലെസ് ഡിസ്റ്റോർഷൻ ഈസ് ദ ബെറ്റർ. അപ്പോൾ പവർ ഡിസിപ്പേഷൻ കാപ്പബിലിറ്റി മൂന്നാമത്തെ പോയിന്റാണ് പവർ ഡിസിപ്പേഷൻ കാപ്പബിലിറ്റി എന്ന് പറയുന്നത്. ദ എബിലിറ്റി ഓഫ് എ പവർ ട്രാൻസിസ്റ്റർ ഈസ് ടു ഡിസിപ്പേറ്റ് ഹീറ്റ് ഇസ് നോൺ ആസ് ദ പവർ ഡിസിപ്പേഷൻ കാപ്പബിലിറ്റി. അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന ചില സർക്യൂട്ടുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ആംപ്ലിഫയർ ചെയ്യുന്ന സമയത്ത് ഒരു അലുമിനിയത്തിൻ്റെ കേസിൻ്റെ അകത്ത്, ഒരു മെറ്റൽ കേസിൻ്റെ അകത്ത് വരുന്ന വലിയ ട്രാൻസിസ്റ്റേഴ്സ്, ഇത് പവർ ആംപ്ലിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്റേഴ്സാണ്. അപ്പോൾ അത് മെറ്റൽ കേസ് ആക്കാൻ തന്നെ കാരണം എന്താണ്? അതിൻ്റെ പവർ ഡിസിപ്പേറ്റ് ചെയ്യാനുള്ള, അത് വഴിയെങ്കിലും പുറത്തേക്ക് ഹീറ്റിനെ ഡിസിപ്പേറ്റ് ചെയ്ത് പോകാനുള്ള ഒരു മെറ്റൽ സർഫേസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നോർമൽ കേസിൽ നമ്മൾ ആ ആംപ്ലിഫയറെ കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം വലിയൊരു ഹീറ്റ് സിങ്കിൻ്റെ വലിയൊരു ഒരു പീസ് തന്നെ അവിടെ നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും. അത് ആ ഒരു ഹീറ്റ് സിങ്കിലേക്കായിരിക്കും നമ്മൾ ഈ പറയുന്ന പവർ ആംപ്ലിഫയർ എല്ലാം ഘടിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒരു പവർ ആംപ്ലിഫയർ കാണാം, ഒരു ഹോം തിയേറ്റർ, നിങ്ങളുടെ വീട്ടിൽ ഹോം തിയേറ്റർ ഉണ്ടെങ്കിൽ ആ ഹോം തിയേറ്ററിൻ്റെ ബാക്ക് സൈഡ് പോയി നോക്കി മതി. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഒരു വലിയൊരു ഹീറ്റ് സിങ്കിൻ്റെ കുറേ ഫിന്നുകളായിട്ടുള്ള ഹീറ്റ് സിങ്കിൽ കാണാം. ആ ഹീറ്റ് സിങ്കിലായിരിക്കും ഈ പറയുന്ന പവർ ട്രാൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പവർ ട്രാൻസിസ്റ്റേഴ്സ് നമ്മൾ അതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഹീറ്റ് സിങ്ക് ഒന്ന് തൊട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഹീറ്റ് ടൈമിലുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ടു ഇൻക്രീസ് ദ സർഫേസ് ഏരിയ അലൗസ് ഹീറ്റ് ടു എസ്കേപ്പ് ഈസിലി ആൻഡ് കീപ്സ് ടെമ്പറേച്ചർ ഓഫ് ദ ട്രാൻസിസ്റ്റർ വിത്ത് പെർമിസിബിൾ ലിമിറ്റ്സ്. ഓക്കെ, അപ്പോൾ അതാണ് ഹീറ്റ് സിങ്ക് എന്ന് പറയുന്നത്. ഹീറ്റ് സിങ്ക് എന്ന് പറയുന്നത് സിങ്ക് അല്ല, ഹീറ്റ് സിങ്ക് ചെയ്യാനുള്ള, വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റിയുള്ള മെറ്റൽ. ഓക്കെ, ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് പവർ ആംപ്ലിഫയർ. നമ്മൾ ഇതുവരെ പറഞ്ഞത് ആ പവർ ആംപ്ലിഫയറിൻ്റെ വ്യത്യസ്ത പാരാമീറ്റേഴ്സും അതിൻ്റെ കൺസിഡറേഷൻസും ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് പവർ ആംപ്ലിഫയറിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ 3 തരം ആംപ്ലിഫയറുകളാണുള്ളത്: ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി ആംപ്ലിഫയറുകൾ. അപ്പോൾ ഇത് എന്താണെന്ന് നമുക്ക് ചുരുക്കി പറയാം. ഓക്കെ, ഇനി ക്ലാസ് സി ആംപ്ലിഫയറിലേക്ക് വരാം. ക്ലാസ് സി ആംപ്ലിഫയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇഫ് ദ കളക്ടർ കറണ്ട് ഫ്ലോസ് അറ്റ് ഓൾ ടൈംസ് ഡ്യൂറിങ് ദ ഫുൾ സൈക്കിൾ. അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ട്രാൻസിസ്റ്ററിൻ്റെ അകത്തൂടെ അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ എന്തുമാത്രം ഓണായി നിൽക്കുന്നു എന്ന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി എന്നൊക്കെ തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് എ പവർ ആംപ്ലിഫയർ ആണെങ്കിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻപുട്ടിൻ്റെ നമ്മൾ കൊടുത്ത ആ 0 ഡിഗ്രി മുതൽ 360 ഡിഗ്രി വരെയുള്ള സിഗ്നൽസ് വരെ ആ ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതായത് ഈ ക്ലാസ് സി ആംപ്ലിഫയറിൻ്റെ അകത്ത് ഇതിൻ്റെ ക്യൂ പോയിന്റ് എന്ന് പറയുന്നത് മിഡിൽ റേഞ്ചിലാണ് നിൽക്കുന്നുണ്ടാവുക. ഏറ്റവും മിഡിലായിരിക്കും ഈ ക്ലാസ് സി ആംപ്ലിഫയറിൻ്റെ ക്യൂ പോയിന്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇൻപുട്ട് നമ്മൾ വേരി ചെയ്യുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? ഈ 0 ടു പോസിറ്റീവ് പീക്ക് അതുപോലെ നെഗറ്റീവ് പീക്കിലേക്ക് വരും. ആ സമയത്ത് ഈ മിഡിൽ റേഞ്ചിലുള്ള ഈ ക്യൂ പോയിന്റ് അതിൻ്റെ പീക്കിലേക്ക് പോകും, എന്നാൽ സാച്ചുറേഷനിലെത്തില്ല, താഴേക്ക് വരും, കട്ട് ഓഫിലേക്ക് വരില്ല. അപ്പോൾ ആ റേഞ്ചിൽ വന്ന് കംപ്ലീറ്റ് അത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി നമ്മൾ സിഗ്നലൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും അതിൻ്റെ അകത്തൂടെ കളക്ടറിന്ന് എമിറ്ററിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് ആ ക്ലാസ് സി ആംപ്ലിഫയറിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. നമ്മൾ സിഗ്നൽ കൊടുത്തിട്ടില്ലെങ്കിൽ കൂടി ആ പവർ ആംപ്ലിഫയർ ഓണായി നിൽക്കും. ഓക്കെ, ഇഫ് ദ കളക്ടർ കറണ്ട് ഫ്ലോസ് അറ്റ് ഓൾ ടൈംസ് ഡ്യൂറിങ് ദ ഫുൾ സൈക്കിൾ 360 ഡിഗ്രി ഓഫ് ദ സിഗ്നൽ, that is the output waveform follows the input cycle. So the output current is the exact replica of the input signal. Such type of power amplifier is known as class A power amplifier. The efficiency of a class A amplifier is relatively very low. ഇനി ക്ലാസ് ബി ആംപ്ലിഫയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ if the collector current flows only during the positive half cycle of the input signal, it is called class B amplifier. അല്ലേ, നമ്മൾ ഇൻപുട്ട് കൊടുത്ത ഇൻപുട്ട് സിഗ്നലിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് മാത്രമേ എന്താവത്തുള്ളൂ, ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവത്തുള്ളൂ. അപ്പോൾ ട്രാൻസിസ്റ്ററിനെ നേരത്തെ കേസിൽ നമുക്ക് ഈ പറയുന്ന ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മില്ലി വോൾട്ട് റേഞ്ചിലുള്ള ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നോർമൽ ആംപ്ലിഫയർ ആണ്, പവർ ആംപ്ലിഫയർ അല്ല, നോർമൽ ആംപ്ലിഫയറിൻ്റെ കേസിൽ നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻപുട്ട് കൊടുക്കുന്ന മില്ലി വോൾട്ടുള്ള റേഞ്ചിലാണ് കൊടുക്കുക. അതെന്താവില്ല, അതൊരിക്കലും ഒരു ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിനെ ഡ്രൈവ് ചെയ്യിക്കാൻ മാത്രം ഉള്ള പവർ ഉണ്ടാവില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ബയാസ് ചെയ്ത് നിർത്തും. അപ്പോൾ അങ്ങനെ ബയാസ് ചെയ്ത് നിർത്തിയിട്ടാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുക. അപ്പോൾ എന്തായിരിക്കും, ഓൾറെഡി അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, ഇനി ചെറിയൊരു ഇൻപുട്ട് കിട്ടുമ്പോൾ തന്നെ അതെന്ത് ചെയ്യും, ഓസിലേറ്റ് ചെയ്ത് തുടങ്ങും. പക്ഷേ പവർ ആംപ്ലിഫയറിൻ്റെ കേസിൽ നമുക്ക് ഇവിടെ ബയാസിങ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ക്ലാസ് ബി പവർ ആംപ്ലിഫയറിൻ്റെ കേസിൽ എന്തുകൊണ്ടാണ്, ഇൻപുട്ട് കൊടുക്കുന്ന വോൾട്ടേജിന് എന്താവുന്നുണ്ട്,
2 to 4 വോൾട്ട് അല്ലെങ്കിൽ 1 to 4 വോൾട്ടോളം വരുന്നുണ്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സിഗ്നൽ തന്നെ. അപ്പോൾ എന്ത് മതി, ബയാസിങ്ങിൻ്റെ ആവശ്യമില്ല. ആ ക്ലാസ് ബി പവർ ആംപ്ലിഫയറിനെ സംബന്ധിച്ചിടത്ത് നോക്കുകയാണെങ്കിൽ ഇൻപുട്ട് സിഗ്നലിൻ്റെ വോൾട്ടേജ് മതി ശരിക്കും അതിനെ ഈ ബേസിനെ ഡ്രൈവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ട്രാൻസിസ്റ്റർ ഓൺ ആവും. തിരിച്ച് ഇൻപുട്ട് സിഗ്നൽ താഴേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ട്രാൻസിസ്റ്റർ എന്തായിരിക്കും, കട്ട് ഓഫ് റേഞ്ചിലായിരിക്കും. കാരണം ബയാസിംഗ് ഒന്നും കൊടുത്തിട്ടില്ല ഓൾറെഡി. നേരത്തെ ക്ലാസ് ആംപ്ലിഫയറിനകത്ത് നമ്മൾ ബയാസിംഗ് ചെയ്തിട്ട് നിർത്തിയിരിക്കുകയാണ്, ക്യൂ പോയിന്റ് മിഡിൽ റേഞ്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിന് ഒരു സ്പേസ് ഉണ്ട്, നെഗറ്റീവ് സിഗ്നൽ പോസിറ്റീവ് സിഗ്നൽ വരുന്ന സമയത്ത് താഴേക്കും മുകളിലേക്കും പോകാനുള്ളൊരു സ്പേസ് ഉണ്ട്. പക്ഷേ ക്ലാസ് ബി ആംപ്ലിഫയറിൽ എന്തില്ല, ഈ ബയാസിങ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഓൾറെഡി ക്യൂ പോയിന്റ് കട്ട് ഓഫിലായിരിക്കുന്നത്. നമ്മൾ ഇൻപുട്ട് സിഗ്നലിൻ്റെ പോസിറ്റീവ് സൈക്കിൾ കയറി വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ക്യൂ പോയിന്റ് മുകളിലേക്ക് വരും. പക്ഷേ ഈ ഇൻപുട്ടിൻ്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കയറുന്ന സമയത്ത് ഈ ക്യൂ പോയിന്റ് കട്ട് ഓഫിൽ വന്ന് നിൽക്കും, പിന്നെ താഴേക്ക് പോകാനില്ലല്ലോ, കട്ട് ഓഫ് റേഞ്ചിൽ അവിടെ നിൽക്കുക. അപ്പം ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് മാത്രമേ ട്രാൻസിസ്റ്റർ ഓൺ ആവുന്നുള്ളൂ. നേരത്തെ എന്തില്ല, ക്ലാസ് ബി എ ആംപ്ലിഫയറിൻ്റെ അകത്ത് ഈ ട്രാൻസിസ്റ്റർ ഓണായി നിൽക്കുന്നുണ്ട് ഓൾറെഡി, നമ്മൾ സിഗ്നലിന് കൊടുത്തിട്ടില്ലെങ്കിൽ കൂടി. ക്ലാസ് ബി ആംപ്ലിഫയർ ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, സിഗ്നൽ കൊടുക്കുന്ന സമയത്ത് മാത്രമേ ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവുന്നുള്ളൂ എന്നുള്ളതാണ് ഇത് തമ്മിലുള്ള വളരെ മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് തമ്മിലുള്ള വ്യത്യാസം. ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദ സിഗ്നൽ ദ ഇൻപുട്ട് സർക്യൂട്ട് ഈസ് ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് ഹെൻസ് ദ കളക്ടർ കറണ്ട് ഫ്ലോസ്. ഓക്കെ, now in class B there is no adjusted to the zero signal collector current is zero, so no biasing circuit is needed at all. അപ്പോൾ ക്ലാസ് ബി ആംപ്ലിഫയർ എടുത്തു കഴിഞ്ഞാൽ നോക്കിയാൽ ഈ സിഗ്നൽ ഇത് നമ്മുടെ ഇൻപുട്ട് കൊടുക്കുന്ന സിഗ്നലാണെന്ന് വിചാരിക്കുക. ഈ ഇൻപുട്ട് കൊടുക്കുന്ന സിഗ്നൽ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് മാത്രമേ ഔട്ട്പുട്ട് ഉണ്ടാവുന്നുള്ളൂ. ഔട്ട്പുട്ടും എന്തേ ഉള്ളൂ, ഈ പറയുന്ന ഈ ഒരു ഹാഫ് സൈക്കിൾ മാത്രമേ നമുക്ക് ഔട്ട്പുട്ടിലും കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു വ്യത്യാസം. അപ്പോൾ ഫിഗർ during the negative cycle of the signal, the input is reverse biased and the collector current no collector current flows. Figure above shows that class B operation in terms of AC load line. Obviously, the operating point Q shall be located at the collector cutoff voltage. Okay, it is easy to see that output from a class B amplifier is amplified half wave rectification. Half wave rectification പോലെയാണ് work ചെയ്യുന്നത്. Okay, in case of class B amplifier, the negative half cycle of the signal is cut off and hence severe distortion occurs. Our class B amplifier provide higher power output and collector efficiency 50 to 60% വരെയാണ് ഇതിൻ്റെ കളക്ടർ എഫിഷ്യൻസി പറയുന്നത്. പക്ഷേ ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നില്ല, ഒരു ഹാഫ് സൈക്കിൾ കട്ടായി പോകുന്നുണ്ട്, ഒരു ഹാഫ് സൈക്കിൾ മാത്രമേ കിട്ടുന്നുള്ളൂ. Such amplifiers are mostly used for power amplification in push-pull arrangement. എന്തുകൊണ്ടാണ് push-pull arrangement എന്ന് പറയുന്നത്, രണ്ട് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിളും നമ്മൾ ഓണാക്കും. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് കണ്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ട്രാൻസിസ്റ്റർ വയ്ക്കും, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് കണ്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള ട്രാൻസിസ്റ്റർ വയ്ക്കും. അതാണ് പുഷ് പുൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, നമുക്ക് ബയാസിങ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്ത് കണ്ടക്ട് ചെയ്യും, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്ത് കണ്ടക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ ഒരു ഫുൾ സൈക്കിൾ കിട്ടും വിത്തൗട്ട് എനി ബയാസിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബയാസിങ്ങിന് ഉപയോഗിക്കുന്ന പവർ നമുക്കവിടെ കുറയ്ക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ഈ പുഷ് പുൾ ആംപ്ലിഫയറിന് എഫിഷ്യൻസി കൂടാൻ കാരണം, അല്ലെങ്കിൽ ക്ലാസ് ബി ആംപ്ലിഫയറിന് ക്ലാസ് സി ആംപ്ലിഫയറിൻ്റെ അപേക്ഷിച്ച് എഫിഷ്യൻസി കൂടാൻ കാരണം ഇതുകൊണ്ടാണ്. Okay, in such an arrangement, two transistors are used in class B operation. One transistor amplifies the positive half cycle of the signal while the other amplifies the negative half cycle of the signal. ഇനി ക്ലാസ് സി ആംപ്ലിഫയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ക്ലാസ് സി ആംപ്ലിഫയർ ആണെങ്കിലോ, ഇഫ് ദ കളക്ടർ കറണ്ട് ഫ്ലോസ് ഫോർ ലെസ് ദാൻ ഹാഫ് സൈക്കിൾ ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ, ഇറ്റ് ഈസ് കോൾഡ് ക്ലാസ് സി ആംപ്ലിഫയർ. അതായത് നമ്മുടെ നേരത്തെ പറഞ്ഞു ക്ലാസ് സി ആംപ്ലിഫയർ ഫുൾ സൈക്കിൾ കടന്നു പോകും, ക്ലാസ് ബി ആണെങ്കിൽ ഹാഫ് സൈക്കിൾ കടന്നു പോകത്തുള്ളൂ, ക്ലാസ് സി ആണെങ്കിൽ ലെസ് ദാൻ ഹാഫ് സൈക്കിളാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും നമുക്ക് അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ കഴിയും. ഓക്കെ, പക്ഷേ ക്ലാസ് സി ആംപ്ലിഫയർ നമ്മളൊരു ഓഡിയോ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. ഈ ക്ലാസ് സി ആംപ്ലിഫയർ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഓഡിയോ ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണ്, ഓഡിയോ പവർ ആംപ്ലിഫയറിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ക്ലാസ് സി പവർ ആംപ്ലിഫയർ നമ്മൾ ഉപയോഗിക്കുന്നത് RF റേഞ്ചിലുള്ള ആംപ്ലിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ പവർ ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് സി പവർ ആംപ്ലിഫയർ നമ്മൾ ഉപയോഗിക്കുന്നത്. Okay, in class C amplifier, the base is given some negative bias so that collector current does not follow just when the positive half cycle of the signal starts. Such amplifiers are never used for power amplification, audio power amplification. However, they are used in tuned amplifiers, that is amplify narrow band of frequencies near the resonant frequency,
പോലുള്ള അത്തരം ആ സന്ദർഭങ്ങളിലാണ് നമ്മൾ ഈ ക്ലാസ് സി പവർ ആംപ്ലിഫയർ ഉപയോഗിക്കാറുള്ളൂ. നോക്കി ഇതിൻ്റെ ഒരു കൺക്ലൂഷനാണ്. ഇൻപുട്ട് വോൾട്ടേജ് ഫുൾ സൈക്കിൾ കടന്നു പോകുന്നതാണ് ക്ലാസ് സി ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഹാഫ് സൈക്കിൾ കടന്നു പോകുന്നതാണ് ക്ലാസ് ബി ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ക്ലാസ് സി എന്ന് പറയുന്നത് എന്താണ്? ചെറിയൊരു പോർഷൻ മാത്രമേ, ലെസ് ദാൻ 180 ഡിഗ്രി ആണ് ഈ ക്ലാസ് സി ആംപ്ലിഫയറിലേക്ക് കടന്നു പോകുന്ന സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു റെഫറൻസ്, ഒരു എപ്പോഴും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു സ്ലൈഡാണ്. ഓക്കെ, ഇനി എന്താണ് സിംഗിൾ എൻഡഡ് ക്ലാസ് എ പവർ ആംപ്ലിഫയർ എന്ന് പറയുന്നത്? ഡയറക്റ്റ് കപ്പിൾഡ് ആണ്. നോക്കി, ഈ ഒരു ആംപ്ലിഫയറിൻ്റെ അകത്ത് ഇതൊരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണല്ലോ, നമുക്കറിയാം. കോൺഫിഗറേഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വോൾട്ടേജ് ഡിവൈഡർ ബയാസ് കൊടുത്തിട്ടുണ്ട്. ഇത് ക്ലാസ് എ ആംപ്ലിഫയർ ആണ്, ആ ബയാസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് നോക്കി, ഇവിടെ ഔട്ട്പുട്ടിൽ നമുക്ക് ഒരു ഡയറക്റ്റ് കപ്ലിംഗ് ആണുള്ളത്, വേറെ ഒന്നും ഡിവൈസുകളൊന്നും കൊടുത്തില്ല. വേണമെങ്കിൽ അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സിഗ്നൽ നോക്കി, ഇതാണ് അതിൻ്റെ ഇൻപുട്ട് സിഗ്നൽ. ഔട്ട്പുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് നോക്കി, ഇതാണ് ഔട്ട്പുട്ട് സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, ഫുൾ സൈക്കിൾ കടന്നു പോകുന്നതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പോൾ ഹാഫ് വി സി സി ബൈ ആർ സി, വി സി സി ബൈ ആർ സി ഇവിടെ എത്തുന്ന സമയത്ത് മാക്സിമം, ഇത് മിനിമം, ഇത് ഇൻ ബിറ്റ്വീൻ ഹാഫ് വി സി സി ബൈ ആർ സി. ഓക്കെ, ഫിഗർ എ ഷോസ് ദ ടൈപ്സ് ഓഫ് കപ്ലിംഗ്. ഇത് നമ്മൾ പറഞ്ഞ ഡയറക്റ്റ് കപ്ലിംഗ് ആണ്. ഇനി ഡയറക്റ്റ് കപ്ലിംഗ് പറഞ്ഞ സമയത്ത് നമുക്കൊരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 3 തരം കപ്ലിംഗ് നമ്മൾ ചുമ്മാ ഒന്ന് പറയുകയാണ്. എന്തൊക്കെയാണ്? കപ്പാസിറ്റീവ് കപ്ലിംഗ്, ട്രാൻസിസ്റ്റർ കപ്ലിംഗ്, ഡയറക്റ്റ് കപ്ലിംഗ്. കപ്ലിംഗ് എന്ന് പറയുന്നത് ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് സിഗ്നലിനെ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഉപാധികൾ ഏതൊക്കെയാണെന്നുള്ളതാണ് അതിനനുസരിച്ചാണ് തരംതിരിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നമ്മൾ എന്ത് പറയും? കപ്പാസിറ്റീവ് കപ്ലിംഗ് എന്ന് പറയും. ഇവിടെ കൊടുത്തിരിക്കുന്നത് ട്രാൻസ്ഫോമർ ആണ്, അതുകൊണ്ട് നമ്മൾ ട്രാൻസ്ഫോമർ കപ്ലിംഗ് എന്ന് പറയും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡയറക്റ്റ് കപ്ലിംഗ് ആണ്. ഈ ട്രാൻസിസ്റ്റർ എന്ന് ഇതിൻ്റെ ബേസിലേക്ക് കൊടുത്തിരിക്കുന്നത് ഡയറക്റ്റാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് കപ്ലിംഗ് എന്ന് പറയുന്നു. ഓക്കെ, സിംഗിൾ എൻഡഡ് ക്ലാസ് എ പവർ ആംപ്ലിഫയർ ഡയറക്റ്റ് കപ്പിൾഡ്. എന്താണ്? ബിക്കോസ് ഓഫ് ദ ഡയറക്റ്റ് കപ്ലിംഗ് ബോത്ത് DC ആൻഡ് AC വോൾട്ടേജ് ആർ കപ്പിൾഡ്. അല്ലേ, നമുക്കറിയാം ഒന്നുമില്ല ഇവിടെ DCനെ ബ്ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ AC നെ ബ്ലോക്ക് ചെയ്യാനോ ഒന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടെ വരുന്ന AC സിഗ്നലിനും DC സിഗ്നലിനും ഡയറക്റ്റ് കപ്പിൾ ചെയ്യും. ദർ ഇസ് നോ ലോവർ ഫ്രീക്വൻസി ലിമിറ്റ്. എ ഡയറക്റ്റ് കപ്ലിംഗ് ആംപ്ലിഫയർ ഈസ് സംടൈംസ് കോൾഡ് DC ആംപ്ലിഫയർ. സർക്യൂട്ട് ഓപ്പറേഷൻ എന്താ വരുന്നത്? ദ കളക്ടർ കറണ്ട് ഫ്ലോസ് അറ്റ് ഓൾ ടൈംസ് ഡ്യൂറിംഗ് ദ ഫുൾ സൈക്കിൾ. ക്ലാസ് എ പവർ ആംപ്ലിഫയറിൻ്റെ കാര്യം പറയുന്നത് വിത്ത് ഡയറക്റ്റ് കപ്ലിംഗ് ഈസ് നോൺ ആസ് ക്ലാസ് എ പവർ ആംപ്ലിഫയർ. ഒബ്വിയസ്ലി ഫോർ ദിസ് ഹാപ്പൻ നമ്മൾ പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ് പറയുന്നത്. കളക്ടർ ഹാസ് ട്രാൻസ്ഫോമർ. ഓക്കെ, ഇത് ഇവിടെ വരുന്ന പോയിന്റ് അല്ല. ഫിഗർ അബോവ് ഷോസ് ദ ക്ലാസ് എ ഓപ്പറേഷൻ ഇൻ ടേംസ് ഓഫ് AC ലോഡ് ലൈൻ. The operating point Q is so selected that collector current flows at all times. Okay. The operating point Q is so selected that collector current flows all times throughout the full cycle of the applied signal. As the output wave shape is exactly similar to the input waveform. അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ്. However, they have the disadvantage of low power output and low collector efficiency. About 25 to 35% ആണ് ഇതിൻ്റെ കളക്ടർ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കളക്ടർ എഫിഷ്യൻസിൻ്റെ കാൽക്കുലേഷനാണ് വരുന്നത്. അപ്പം ദി സർക്യൂട്ട് ഈസ് പവർ ആംപ്ലിഫിക്കേഷൻസ് ഡ്യൂ ടു പുവർ കളക്ടർ എഫിഷ്യൻസി. DC വളരെ റയറായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ദ DC ലോഡ് ലൈൻ ഓഫ് ദ സർക്യൂട്ട് ഈസ് ഷോൺ ഇൻ ഫിഗർ അബോവ്. ലോഡ് ലൈൻ നമ്മൾ കണ്ടതാണ്. വെൻ AC സിഗ്നൽ ഈസ് അപ്ലൈഡ് ടു ദി ആംപ്ലിഫയർ ഓഫ് ദ ഔട്ട്പുട്ട് കറണ്ട് ആൻഡ് ദ വോൾട്ടേജ് വിൽ വേരി അബൌട്ട് ദ ഓപ്പറേറ്റിംഗ് പോയിന്റ് Q. In order to achieve the maximum symmetrical swing of current and the voltage, the Q point should be located at the center of the DC load line. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് കാൽക്കുലേഷൻ നിങ്ങൾ നോക്കുക. VCC ബൈ RC കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മാക്സിമം കറണ്ട് VC പീക്ക് ടു പീക്ക് എന്ന് പറയുന്നത് VCC ആണ്. VCC ബൈ 2 RC. VC എന്ന് പറയുന്നത് VCC ബൈ 2. പവർ മാക്സിമം എന്ന് പറയുന്നത് V² ബൈ RC 8 RC. ഓക്കെ, DC പവർ സപ്ലൈഡ് എന്ന് പറയുന്നത് V² ബൈ 2 RC ആണ്. മാക്സിമം കളക്ടർ എഫിഷ്യൻസി അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? കാൽക്കുലേഷൻ നിങ്ങൾ നോക്കുക, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത ടൈം കളയുന്നില്ല. 25% ആണ് നമുക്ക് കിട്ടുന്ന കളക്ടർ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ,
Thus, the maximum collector efficiency of a class series fed amplifier. Series fed amplifier is 25%. In actual practice, the collector efficiency is far less than this value. നമ്മുടെ നോർമൽ കേസിൽ PSCൻ്റെ എക്സാമിനും അതുപോലെയുള്ള മത്സര പരീക്ഷകളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ക്ലാസ് എ ആംപ്ലിഫയറിൻ്റെ എഫിഷ്യൻസി എത്രയാണെന്നുള്ളത്, ക്ലാസ് ബി ആംപ്ലിഫയറിൻ്റെ എഫിഷ്യൻസി എത്രയാണെന്നുള്ളതൊക്കെ. ഓക്കെ, അതുപോലെ ക്ലാസ് സി ആംപ്ലിഫയറിൻ്റെത്, ക്ലാസ് ഡി ആംപ്ലിഫയറിൻ്റെ ഇത്രയും 4 ക്ലാസ് ഡി നമുക്ക് പഠിക്കാനില്ലെങ്കിൽ കൂടി അതിൻ്റെ എഫിഷ്യൻസി എത്രയാണെന്ന് മനസ്സിലാക്കിയ അറൗണ്ട് 100% ആണ് ഈ ക്ലാസ് ഡി ആംപ്ലിഫയറിൻ്റെ ആംപ്ലിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, ഇനി ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത്? നേരത്തെ നമ്മൾ ഡയറക്റ്റ് കപ്ലിങ്ങിൽ 25% എഫിഷ്യൻസി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ക്ലാസ് എ ആംപ്ലിഫയറിൻ്റെ ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആണെങ്കിൽ എന്തായിരിക്കും വ്യത്യാസം? ഈ ഫിഗറിൽ നമ്മൾ ശ്രദ്ധിക്കുക. Figure shows the transformer coupled class A power amplifier. In class A amplifier, the load can be either connected directly in the collector or it can be transformer coupled. Transformer coupling ആണ് കൊടുത്തിരിക്കുന്നത്. The latter method is often preferred for the two main reasons. ഇതാണ് നമ്മൾ സാധാരണ ക്ലാസ് എ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് കപ്പിൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആണ്. എന്താണ് കാരണം നോക്കാം. First, the use of transformer permits impedance matching, resulting in the transference of maximum power to the load, example loudspeaker. Secondly, it keeps the DC power loss small because of the small resistance of the transformer primary winding. It keeps the DC power loss. DC power loss വളരെ കുറഞ്ഞ രീതിയിൽ അത് കീപ്പ് ചെയ്യുന്നു because of the small resistance of the transformer primary winding. In order to determine the maximum collector efficiency, refer to the output characteristics of shown in figure above. അപ്പോൾ നമ്മൾ ഒരു ഇതിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ ഇമ്പിഡൻസ്, ഇൻപുട്ട് ഇമ്പിഡൻസും ഔട്ട്പുട്ട് ഇമ്പിഡൻസ് നോക്കുകയാണെങ്കിൽ സിഗ്നൽ കൊടുക്കുന്ന സമയത്ത് പ്രൈമറി വൈൻഡിങ്ങിൽ വരുന്ന കുറച്ച് ഇമ്പിഡൻസ് ചെറുതായിട്ടൊന്ന് കൂടും. അപ്പോൾ നമുക്ക് കൂടുന്ന സമയത്ത് ആ സമയത്ത് റെസിസ്റ്റൻസ് കുറയുന്നതായിട്ട് കാണാം. റെസിസ്റ്റൻസ് കൂടും, അതിൻ്റെ കറണ്ട് ഫ്ലോ ചെറുതായിട്ടൊന്ന് കുറയും. ആ സമയത്ത് നമുക്കൊരു ലാർജ് എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട്, ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ എന്തായാലും ആ പവർ ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് ഒരു സ്റ്റെപ്പ് ഡൗണോ അല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പോ ആയിട്ടുള്ളൊരു നോർമൽ കേസിൽ ഐസൊലേഷൻ ട്രാൻസ്ഫോമറാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ ഒരു മാച്ച് ചെയ്തിരിക്കുന്ന ഇമ്പിഡൻസ് മാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. കറണ്ട് വളരെയധികം ലോസ് വരാത്ത രീതിയിൽ അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. In order to determine maximum collector efficiency, refer to the output characteristics shown in figure. Under zero signal condition, the effective resistance of the collector circuit is the primary winding of the transformer. അല്ലേ, സീറോ സിഗ്നൽ ഒന്നും കൊടുക്കാത്ത സമയത്താണെങ്കിൽ അതിൻ്റെ ഇൻപുട്ടിൻ്റെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി വൈൻഡിങ് ആണ്. ദ പ്രൈമറി റെസിസ്റ്റൻസ് ഓഫ് ഈസ് വെരി സ്മോൾ. നമുക്കറിയാം അതിൻ്റെ കോയിൽ ആയതുകൊണ്ട് തന്നെ വളരെ ചെറിയ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ, നിയർലി സീറോ ആണ്. Therefore, DC load line is vertical line rising from VCC as shown in figure below 2. When signal is applied, the collector current will vary about the operating point Q. അതാണ് നോക്കിയേ DC ലോഡ് ലൈൻ. DC ലോഡ് ലൈൻ എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് ഒരു വെർട്ടിക്കൽ ലൈനായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, AC ലോഡ് ലൈനാണ് ഈ ഒരു ലെവലിൽ വരുന്നത്. ഒരു എന്താ പറയുക, ചെരിഞ്ഞിരിക്കുന്ന ഈ AC ലോഡ് ലൈനാണ്. വെർട്ടിക്കലായി വന്നിരിക്കുന്നത് എന്താണ്? ഈ DC ഡോട്ട് ലൈനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സിഗ്നൽ കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ടിൽ ഒരു എന്താ പറയുക, ഇൻപുട്ട് ഒരു സിഗ്നൽ കൊടുക്കുന്ന സമയത്ത് ഒരു ബാക്ക് EMFും അത് കടന്നുണ്ടാകുന്ന ഒരു സംഭവമില്ല, ഒരു എന്താ പറയുക മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയാണ് സംഭവിക്കുന്നത്. ആ സമയത്ത് ഉണ്ടാകുന്ന ചെറിയൊരു പ്രൈമറിയിൽ ഉണ്ടാകുന്ന ചെറിയൊരു ഇമ്പിഡൻസ്, ഈ ഇമ്പിഡൻസ് ആണ് ശരിക്കും അവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ റെസിസ്റ്റൻസിൽ ഡ്രോപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് കാരണമാണ് ഈ പറയുന്ന നമുക്ക് ഇതിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ കഴിയുന്നത്. In order to get maximum AC power output, the peak value of collector current due to signal alone should be equal to 0 signal collector current IC. In terms of AC load line, in terms of AC load line, the operating point Q should be located at the center of the AC load line. During the peak value of the positive half cycle of the signal, the total collector current is 2 IC and VC equal to 0. നമുക്കറിയാമല്ലോ, ട്രാൻസിസ്റ്റർ ഓണായി നിൽക്കുന്ന സമയത്ത് VC equal to 0 ആയിരിക്കും, പീക്കിലിരിക്കുന്ന സമയത്ത് അത് മാക്സിമം ആയിരിക്കും.
During the peak of the positive half cycle of the signal, the total collector current is 2IC and the VC equal to 0. കറണ്ട് മാക്സിമം ആയിരിക്കും, പക്ഷേ വി സി വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം വി സിന് അക്രോസ് 0 എന്താ പറയുക, ഒരു റെസിസ്റ്റൻസ് ഇല്ല എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കുന്നത്. വി സി എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്ററിന് അക്രോസ്, ട്രാൻസിസ്റ്റർ ഫുള്ളി ഓണായി നിൽക്കുകയാണ്. ഡ്യൂറിങ് ദ നെഗറ്റീവ് പീക്ക് ഓഫ് ദ സിഗ്നൽ ദ കളക്ടർ കറണ്ട് ഈസ് 0 ആൻഡ് വി സി ഈക്വൽ ടു വി സി സി. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നെഗറ്റീവ് ഓഫ് സൈക്കിൾ എന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ്. ഐ സി എന്ന് പറയുന്നത് പീക്ക് ഓഫ് ദി സിഗ്നൽ കളക്ടർ കറണ്ട് ഈസ് 0 ആൻഡ് വി സി ഈക്വൽ ടു. കാരണം ട്രാൻസ്ഫർ ഓഫ് സ്റ്റേറ്റിൽ നിൽക്കുകയാണല്ലോ. ട്രാൻസ്ഫർ ഓഫ് ആവുന്ന സമയത്ത് ഔട്ട്പുട്ടിൽ എന്തായിരിക്കും? വോൾട്ടേജ് മാക്സിമം ആയിരിക്കും, കറണ്ട് 0 ആയിരിക്കും. പീക്ക് ടു പീക്ക് കളക്ടർ എമിറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? 2 VCC ആണ്. എനർജി ഇൻഡ്യൂസ്ഡ് ഇൻ പ്രൈമറി വൈൻഡിങ്. പീക്ക് ടു പീക്ക് കളക്ടർ കറണ്ട് ഐ സി ഈക്വൽ ടു 2IC വരും. ഡി സി പവർ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? PDC VCC ബൈ VCC ഇൻറ്റു IC ആണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് എത്ര വരും? VC IC ബൈ 8 2 VCC ഇൻറ്റു 2IC വരും അല്ലേ? ഇവിടെ PDC IC എന്ന് പറയുന്നത് 2IC ആണ്. PDC എന്ന് പറയുന്നത് VCC ഇൻറ്റു IC ആണ്. VCE എന്ന് പറയുന്നത് എന്താണ്? 2 VCC ആണ് വരുന്നത്. അപ്പം 2 VCC ഇൻറ്റു 2IC വരും. ഓക്കെ, ഇനി മാക്സിമം പവർ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഹാഫ് ഇൻറ്റു VCC ഇൻറ്റു IC ആണ് നമുക്ക് കിട്ടുന്ന മാക്സിമം പവർ എന്ന് പറയുന്നത്, AC ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എഫിഷ്യൻസി നോക്കുകയാണെങ്കിൽ കളക്ടർ എഫിഷ്യൻസി എത്ര വരുന്നുണ്ട്? P ഔട്ട്പുട്ട് AC ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ DC ഔട്ട്പുട്ട് പവർ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നേരത്തെ നമുക്ക് കിട്ടിയതാണ്. മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നത് VCC IC ബൈ 2 VCC IC ഡിവൈഡ് ബൈ 2 VCC ഇൻറ്റു IC. അങ്ങനെയാണെങ്കിൽ മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു 100% ഈക്വൽ 0.5 ഇൻറ്റു 100 എഫിഷ്യൻസി ഈക്വൽ ടു 50%. നേരത്തെ കളക്ടർ നമ്മൾ നോർമൽ കേസിൽ ക്ലാസ് പവർ ആംപ്ലിഫയറിൻ്റെ ഡയറക്റ്റ് കപ്പിൾഡ് ആണെങ്കിൽ എത്രയാണ് പവർ എഫിഷ്യൻസി എന്ന് പറയുന്നത്? 25% ആണ്. കളക്ടർ ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആണെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 50% ആണ്. അപ്പോൾ അറൗണ്ട് 50% ഉണ്ടാവില്ല, 35% ഉണ്ടാവത്തുള്ളൂ. അറൗണ്ട് 35% നമുക്കിവിടെ കിട്ടത്തുള്ളൂ. കാരണം അവിടെ ചെറിയൊരു ട്രാൻസ്ഫോമറിൻ്റെ അതുപോലെയുള്ള മറ്റുള്ള കുറച്ച് ലോസുകൾ അവിടെ ഉണ്ടാവാറുണ്ട്. ആ ലോസുകൾ കാരണം അറൗണ്ട് 35% നമുക്ക് പ്രാക്ടിക്കലി കിട്ടാറുള്ളൂ. ദ പവർ ഡിസിപ്പേറ്റഡ് ബൈ ട്രാൻസ്ഫർ ഈസ് ഗിവൺ ബൈ എന്താണ്? P ഡിസിപ്പേറ്റഡ് PDC ബൈ PAC. അപ്പോൾ നമുക്ക് PDC നിന്ന് PAC മൈനസ് എന്ത് കിട്ടും? ഡിസിപ്പേറ്റ് ചെയ്ത പവർ കിട്ടും. ഓക്കെ, അപ്പോൾ വെൻ നോ സിഗ്നൽ ഈസ് അപ്ലൈഡ് ടു ദ ക്ലാസ് എ പവർ ആംപ്ലിഫയർ PAC ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഡിസിപ്പേഷൻ എന്താണ്? PDC DC പവർ കംപ്ലീറ്റ് എന്തായി പോവാണ്? ഡിസിപ്പേറ്റ് ചെയ്ത് പോവാണ്. അതാണ് ആ പവർ ലോസ് വരാനുള്ള മെയിൻ റീസൺ. ഇനി ക്ലാസ് എ ആംപ്ലിഫയർ ഒന്ന് കുറച്ച് കാര്യങ്ങൾ പറയാണ്. Class A operation maximum power of dissipation in the transistor occurs under zero signal conditions. Therefore, the power dissipation capability of a power transistor for a class A operation must be least equal to zero signal rating. For example, if the zero signal power dissipation of a transistor is 1 watt, then the transistor needs rating of at least 1 watt. If the power rating of the transistor is less than 1 watt is likely to be damaged. നമുക്കറിയാം ഫ്യൂസ് കിട്ടുമ്പോഴും നമ്മൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നതനുസരിച്ചാണ് ഫ്യൂസൊക്കെ വെക്കാറുള്ളത്. അതുപോലെ തന്നെയാണ് പവർ നമുക്ക് കിട്ടേണ്ട പവറിനേക്കാളും കൂടിയ പവർ റേറ്റിംഗ് ഉള്ള ഒരു ട്രാൻസിസ്റ്ററാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ അതിൻ്റെ ഒരു ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ പ്രോബ്ലം ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ വാട്സാപ്പിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ആയിട്ട് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് എൻ്റെ ഫിഗർ. ഈ ഫിഗർ നോക്കിയിട്ട് എന്ത് ചെയ്യാം? മേലെ കൊടുത്തിരിക്കുന്ന പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അടുത്ത ടോപ്പിക്കിൽ നമുക്ക് ക്ലാസ് ബി ആംപ്ലിഫയർ ക്ലാസ് ആംപ്ലിഫയറും പഠിക്കാം. പക്ഷേ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യം. പക്ഷേ പറയുന്ന സമയത്ത് പവർ ആംപ്ലിഫയറിന് മാത്രം ഒരു ടോപ്പിക്ക് നമ്മുടെ സിലബസിലെടുത്ത് കൊടുത്തിട്ടുള്ളൂ. ആ പവർ ആംപ്ലിഫയർ അപ്പോൾ നമ്മൾ ഏത് രീതിയിൽ എത്രത്തോളം ഇത് പഠിക്കണം എന്നുള്ളത് അറിയില്ല. എന്നാലും ഞാൻ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഒരുപാട് അനാലിസിസിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിലേക്ക് കാണാം. ഓക്കെ.